ഹായ്, ഹെൽനോ സ്പാർട്ടയുടെ വീഡിയോ കണ്ടിരുന്നു. ആക്ച്വലി ഞാൻ അതിനകത്ത് ഒരു കമൻറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെയിം കുറേ അധികം ഇഷ്യൂസൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനും ഇതൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. അപ്പോൾ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള ഫൈറ്റ്, ടീച്ചേഴ്സിൻ്റെ ചില നേരത്തുള്ള ഒരു അഹങ്കാര വർത്തമാനം, ഇത് കുട്ടികളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു രീതി, ഇതൊക്കെ ഞാനും പലപ്പോഴും ഫേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഗൾഫിൽ പഠിച്ചിരുന്ന എൻ്റെ മകൻ നാട്ടിൽ വന്നപ്പോൾ അവന് കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ പ്രശ്നമായിരുന്നു, മലയാളം പറ്റത്തില്ല. പക്ഷേ അത് അഹങ്കാരം കൊണ്ടാണെന്ന് കുട്ടികൾ തെറ്റിദ്ധരിക്കുകയും ആ കുട്ടികൾ ആ രീതിയിൽ അവനെ ടോർച്ചർ ചെയ്യുകയും അതിന് സപ്പോർട്ടീവായി ടീച്ചേഴ്സ് നിൽക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ ഇടപെടേണ്ട രീതിയിൽ ഇടപെട്ടതോടുകൂടി പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. പക്ഷെ എനിക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു കാര്യമുണ്ട്, നമ്മളുടെ ലൈഫൊക്കെ വെച്ച് കമ്പാരിസൺ നടത്തുമ്പോൾ ഒരിക്കലും അല്ല കേട്ടോ. ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലത്ത് ഒരുപാട് ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ട്. ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടംമാതിരി പെടവാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. കുരുത്തക്കേട് കൂടുതലായിരുന്നു, നല്ലപോലെ വാങ്ങിക്കും. പക്ഷെ ആദ്യത്തെ ഒരു കുറച്ച് ദിവസത്തെ ഒരു ചളിപ്പേ ഉള്ളൂ. പിന്നെ ഇത് സ്ഥിരം രണ്ട് കിട്ടിയാലേ മര്യാദയാവുമോ എന്നുള്ളൊരു ടൈമിലേക്ക് പോയിട്ടുണ്ട്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ബെഞ്ചിൻ്റെ പുറത്തുനിന്ന് പഠിച്ച കുട്ടിയാണെന്ന് വെച്ചാൽ ഞാനാണെന്ന് പറയും. കുരുത്തക്കേട് അത്രയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അന്നൊക്കെ നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ വീട്ടിൽ ഇത് അറിയരുത് എന്നുള്ളതൊരു നമ്മുടെ ഒരു ഇതാണ്. വീട്ടിൽ അറിയാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് മെയിനായിട്ട്. പക്ഷേ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് തീരെ ബലമില്ല. അതാണ്, ചെറിയ പ്രശ്നങ്ങൾ പോലും ആ കുട്ടികളെ കൊണ്ട് വല്ലാത്ത തീരുമാനങ്ങൾ എടുപ്പിക്കുന്നു, തല്ലാതെ മുഷിയുന്നു. പാമ്പേർഡ് കിഡ്സാണ്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് എനിക്ക് ഈ വിഷയം മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന മോന് വേണ്ടിയിട്ട് ഇവർ സംസാരിക്കാൻ പോകുമ്പോൾ അവിടെ നടന്ന ഒരു ഫൈറ്റ്, ആ ഫൈറ്റിൽ അവർ രണ്ടുപേരും കൂടെ എടുത്ത ഒരു തീരുമാനം കൂടെ ആ ടീച്ചർ റൈസ് ആവുന്നു. തോന്നിവാസം ഇവിടുന്നും പറയണു അവിടുന്നും പറയണു. ഇതാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ ഒരു കാര്യം പറയാം, തീരുമാനം രണ്ട് ഭാഗത്തുനിന്നുണ്ടായ തീരുമാനം വളരെ നല്ലതായിരുന്നു. നല്ല പ്രവൃത്തികളാണ് രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും ടോക്സിക്കായ ഒരു അറ്റ്മോസ്ഫിയറിൽ നമ്മുടെ കുഞ്ഞിനെ വിടണ്ട എന്ന തീരുമാനം ഹെലൻ എടുത്തത് വളരെ സൂപ്പർ. മറ്റേ സ്ത്രീ ചലഞ്ച് ചെയ്തത് ഹെലനെ, അതായത് ഒരു യൂട്യൂബറിനെ ചലഞ്ച് ചെയ്തു. അത് നല്ലൊരു തീരുമാനം. ബിക്കോസ് അവരെ പറ്റിയിട്ടുള്ള കൃത്യമായ എവിഡൻസ് പുറത്തേക്ക് വരും. അപ്പം ഇനി അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതൊരു നല്ലൊരു ഓർമ്മയായിരിക്കും. മാത്രമല്ല, ഇനി ഒരു കുട്ടിക്ക് അവിടെ ഇതുപോലൊരു അപമാനം നേരിടേണ്ടിയും വരത്തില്ല. കാരണം ഇത് എന്തായാലും സോഷ്യൽ മീഡിയയിലേക്ക് സ്പ്രെഡ് ആകുമ്പോൾ തീർച്ചയായിട്ടുള്ള പണി അവർക്ക് എത്തുമെന്നുള്ളതിൽ തർക്കമേ വേണ്ട. ഈ വിഷയം കണ്ടപ്പോൾ എനിക്കിത് ഇങ്ങനെ പറയാനാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ടീച്ചേഴ്സിനെ നമ്മൾ പറയും, പണ്ട് കാലഘട്ടങ്ങളിൽ നമ്മുടെയൊക്കെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കിപ്പോഴും എൻ്റെ ആ ഒരു പ്രീ സ്കൂളിങ്ങിൻ്റെ ആ ഒരു ടീച്ചറിനെ ഇപ്പോഴും പൊന്നമ്മ മിസ് അവർ പഠിപ്പിച്ച പാട്ടൊക്കെ ഓർമ്മയുണ്ട്. അമ്മയേക്കാൾ നമുക്ക് സ്വീറ്റ് ആയിട്ട് തോന്നും. ഈ അമ്മയേക്കാൾ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, അമ്മ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ്, വീട്ടിൽ തല്ലൊക്കെ തരും. അതേസമയം ടീച്ചർ കുറെ കൂടെ കെയർ ആണ്. അമ്മയെ തല്ലിയ ആ വിഷയം പോയി പറഞ്ഞാൽ കുറച്ചുകൂടെ നമ്മളെ അണച്ചു പിടിക്കുന്ന ടീച്ചേഴ്സാണ്. അന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൽ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഈ ഒരു വസ്തുത നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് പ്രശ്നമാണ്. കാരണം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ തന്നെ വളരെ പാമ്പേർഡാണ്. അത് ഫ്യൂച്ചറിൽ അവർക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഇതിനെ ഓവർകം ചെയ്യാൻ, ഫേസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് വേണ്ടത്. പെട്ടെന്ന് അവിടെ നിന്ന് സ്കിപ്പാക്കി കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്നത്, കുട്ടി ഇതുപോലുള്ള പ്രോബ്ലംസ് വരുമ്പോൾ പകച്ചു നിൽക്കും, ആൻഡ് അടുത്ത തീരുമാനം എടുക്കും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രോബ്ലം, ഈ സൂയിസൈഡ് ഇത് വരുന്ന ടെൻഡൻസി വരുന്നതിൻ്റെ കാരണം അവർക്കൊന്നും ഫേസ് ചെയ്യാൻ വയ്യ. നമ്മളൊക്കെ എൻ്റെ ബാല്യകാലത്തൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും മാർക്ക് കുറഞ്ഞ അടി കിട്ടും. മാത്സ് പിന്നെ ഹോംവർക്ക് എഴുതി കൊണ്ടുവന്നില്ലെങ്കിൽ കൈയൊക്കെ പൊട്ടാറുണ്ട് അടിയൊക്കെ കൊണ്ടിട്ടേ. ഒത്തിരി ഇതുണ്ട്. പിന്നെ ചില സമയത്ത് നമ്മൾ പുളി പറിക്കാനോ മാങ്ങ പറിക്കാനൊക്കെ പോകുമ്പോൾ ഗേറ്റ് അടച്ചിട്ടുണ്ടാവും, അകത്തേക്ക് കയറാൻ പറ്റത്തില്ല. അന്നത്തെ ക്ലാസ് മുടങ്ങും. ഉച്ചയ്ക്ക് ഊണിന്, അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി തുറന്നു വിടുക, ആ സമയത്ത് ഗേറ്റ് തുറക്കുമ്പോൾ മുങ്ങി അതിനകത്ത് കയറും. പക്ഷെ കൈയോടെ പൊക്കും, അപ്പോഴും കിട്ടും അടി. ഒരു ദിവസം ലേറ്റായി വന്നാൽ നമ്മൾ ചിലപ്പോൾ ചീട്ട് എഴുതി കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവില്ല. അമ്മ രാവിലെ ജോലിക്ക് സ്പീഡിൽ പോകുന്നതുകൊണ്ട് അത് കിട്ടത്തില്ല, അപ്പോഴും കിട്ടും അടി. അങ്ങനെയൊക്കെ ഒരുപാട് തല്ല് ഒരുപാട് വാങ്ങിയിട്ടുണ്ട്. അന്ന് നമുക്കൊന്നും ഇതൊരു വലിയ വിഷയമൊന്നും അല്ലായിരുന്നു. രണ്ടടി കൈ അങ്ങനെ ബലപ്പെടുത്തി അങ്ങോട്ട് ചെല്ലും, നീട്ടും, ആവശ്യമുള്ളത് വാങ്ങിച്ച് അവിടെ കുത്തിയിരിക്കും. അത്ര തന്നെ കരച്ചിലും ബഹളമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. ഇതൊക്കെയാണ് ലൈഫ്. ഇങ്ങനെയൊക്കെ കുറേ പ്രോബ്ലംസ് വരും. പിന്നെ ഇറിറ്റേറ്റ് ചെയ്യണത്, ഇപ്പം അയൺ ചെയ്തിട്ടുകൊണ്ട് പോകാത്തതിന് എന്നെ ഒരിക്കൽ പബ്ലിക്കായിട്ട് തന്നെ എന്നെ ഒരു മിസ്സ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്കതിപ്പോഴും ഭയങ്കര ഇൻസൾട്ട് തന്നെയായിരുന്നു. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിന്ന് കരയുകയാണ് ചെയ്തത്. നമ്മുടെ കണ്ണ് നിറഞ്ഞിങ്ങനെ ചാടുകയാണ്. വീട്ടിൽ അന്നത്തെ ദിവസം അത് ചെയ്തു തരാൻ ആളില്ല, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, അറിയത്തില്ല, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്താ ലാഭം എന്ന് പറഞ്ഞാൽ, നെക്സ്റ്റ് ഡേ തൊട്ട് നമ്മൾ തന്നെ നമ്മുടെ ഡ്രസ്സ് പ്രസ് ചെയ്യാനും കഴുകാനും ഒക്കെ പഠിച്ചു. കാരണം നമുക്കിത് ഇട്ടുകൊണ്ട് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പം അവിടെ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു കരച്ചിൽ കൊണ്ട് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തതയാണ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഞാൻ ഉണ്ടാക്കിയെടുത്തു.
അങ്ങനെ ഒരു ഇൻസൾട്ട് അവർ ചെയ്തത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആദ്യത്തെ ദേഷ്യം അവരോടുണ്ടെങ്കിലും ഗ്രാജുവലി സെക്കൻഡ് ഡേ അവർ നമ്മളെ അണച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാനിത് പറഞ്ഞത് അത്രയും മോശമായി അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞത്, മോള് നാളെ മുതൽ അത് കഴുകാനാണ്, നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്നവർ പറയുമ്പോൾ തന്നെ നമ്മൾ ഓവർകം ചെയ്യും. ഇവിടെ അങ്ങനെ ഒരു അവസ്ഥ ഇല്ല എന്ന് തോന്നുന്നു. ആ കുട്ടിയെ മന്ദബുദ്ധി എന്നൊക്കെ വിളിച്ച് ഭയങ്കര മോശപ്പെടുത്തി സംസാരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത്. വലിയ മോശം തന്നെയാണ്. അതിന് നമ്മളവിടെ കംപ്ലൈൻറ്റ് കൊടുക്കുക മാത്രമല്ല, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ചൈൽഡ് ലൈനെ അറിയിച്ചു കഴിഞ്ഞാൽ അവരതിന് ആക്ഷൻ എടുക്കും, കൗൺസിലിംഗ് നടത്തും. കൗൺസിലിങ്ങിലൂടെ കുട്ടിയും ഈ പരാതിയിൽ ഊന്നി നിൽക്കുകയാണെങ്കിൽ ഈ ടീച്ചറിനെതിരെ ആക്ഷൻ ഉണ്ടാവും. അവർക്ക് ബാൻ വരെ വരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഈ പഠിപ്പിക്കുന്ന മേഖലകളിൽ നിന്നും അവരെ മാറ്റി നിർത്തണമെന്നുള്ള ബാൻ വരെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അത് എത്രത്തോളം വേർത്താകും, ഇനി ഈ ഫൈറ്റിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം ഇവർ നല്ലപോലെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതെടുത്ത് വെച്ചിട്ട് അവരതിനെ ചിലപ്പോൾ കണ്ണിക്ക് പറയുമോ, അവർ നമ്മളെ പറഞ്ഞു നമ്മൾ തിരിച്ചു പറഞ്ഞു എന്ന്. പക്ഷെ അതൊരു ടീച്ചർ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോൾ തെറി ആര് കേട്ടാലും തിരിച്ചും തെറി കിട്ടത്തില്ലേ, അങ്ങനെ പറയാൻ പറ്റും. അപ്പം ഇതിൻ്റെ സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ എനിക്ക് ആ കുട്ടിയുടെ ഫീലിങ്സ് മനസ്സിലാകും. ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മകന് മലയാളം അറിയാത്തതിൻ്റെ പേരിൽ കുട്ടികൾ ബുള്ളി ചെയ്തിട്ടൊരു സംഗതി ഉണ്ടായിട്ടാണ്. അങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് മാറി ഇനി കോട്ടയത്തേക്ക് തന്നെ വന്നിട്ടുള്ളത്. കാരണം തിരുവനന്തപുരത്ത് കുറച്ച് മിഡിൽ ക്ലാസ് ഏരിയയാണ്. ഈ കുട്ടികളൊക്കെ പഠിക്കുന്ന ഒരു സ്കൂളിലേക്കാണ് എൻ്റെ മകനെ ഞാൻ വിട്ടത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇതായിരുന്നു, മലയാളം വശമില്ല ആളിന്. അപ്പം കേട്ടാലും മനസ്സിലാകത്തില്ല, എഴുതാനും വായിക്കാനും അറിയില്ല. അങ്ങനെ ഒരു ട്രബിൾ ഉണ്ടായിരുന്നു ഗൾഫിലായിരുന്നത് കൊണ്ട്. പിന്നെ ഇപ്പം അത് ഓക്കെ ആയിട്ട് വരുന്നു, ഇപ്പോൾ മലയാളമൊക്കെ പറയും. പക്ഷേ അപ്പോൾ അതൊരു പ്രോബ്ലം തന്നെയായിരുന്നു. നല്ല ഇതുപോലെ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്ന സ്കൂളിലേക്ക് വിടാമായിരുന്നു. പക്ഷേ എൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ അതിന് ഇതല്ലാത്തതുകൊണ്ട് എനിക്ക് വിടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ കുട്ടികളുടെ കുറ്റമല്ല, അത് ഹാൻഡിൽ ചെയ്ത ടീച്ചേഴ്സ് വളരെ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു. പക്ഷേ സംടൈംസ് ടീച്ചേഴ്സിന് ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, അതെന്താ മലയാളിയായ അമ്മയുടെ മക്കൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല എന്നുള്ളത്. പിന്നെയാണ് അവർക്ക് കാര്യം മനസ്സിലായത്. പക്ഷേ ഞങ്ങൾ അപ്പോഴത്തേക്ക് എന്നെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ചേർത്തു. ഇപ്പോൾ കംഫർട്ടാണ്. പക്ഷേ ഇങ്ങനെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്നാലും പറയുന്നത് കുറച്ചുകൂടെ ടാലൻ്റ്, അതായത് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരുപക്ഷെ ആ സ്ത്രീക്ക് പണിഷ്മെൻറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇനി അത് സാധിക്കില്ലെന്ന് എനിക്കറിയത്തില്ല. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ ഹെലൻ പറയുന്നുണ്ട്, ഞാൻ പൂർണ്ണമായിട്ടൊന്നും കേട്ടില്ല. വളരെ നിരാശാജനകമായ ഒരു ആറ്റിറ്റ്യൂഡാണ് ആ ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് തീർത്തും പരാജയപ്പെട്ട ഒരു കാര്യമാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം എനിക്കും ഇതേപോലെ ഇപ്പോൾ സ്കൂളിൽ, മകൻ്റെ സ്കൂളിൽ തന്നെ ഗൾഫിൽ വെച്ച് തന്നെ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ബോർഡ് എന്തോ തല്ലിപ്പൊളിക്കുക, അങ്ങനെ എന്തോ ഒരു കുരുത്തക്കേട് കാണിച്ചതിൻ്റെ പേരിൽ 1 മാസം സസ്പെൻഡ് ചെയ്തു. നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവിടുത്തെ സിസ്റ്റം വേറെയായിരുന്നു. ഞാൻ കൊണ്ടുപോയി അവിടുത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്ക് കൊണ്ടുപോയി കംപ്ലയിൻറ്റ് കൊടുത്തു. അതിൻ്റെ പേരിൽ ഈ 1 മാസത്തെ ഫീസ് അവർ റിക്കവർ ചെയ്യേണ്ടി വന്നു, മാപ്പഴി തരേണ്ടി വന്നു. കുട്ടിയുടെ എക്സാം വന്നപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ അവരത് ഫേസ് ചെയ്യേണ്ടി വന്നു. ശത്രുതയൊന്നുമില്ല, ശത്രുതപ്പെട്ടിട്ടും കാര്യമില്ല. കാരണം സ്ട്രെങ്തനായിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് പേരൻ്റ് എന്ന നിലയിൽ. അവരത് ഓക്കെ ചെയ്തു. പക്ഷേ ചില രീതിയിലുള്ള പ്രതികാരങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുമുണ്ട്. അത് ഫേസ് ചെയ്യാൻ ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഓൾവേസ് നമുക്ക് അവരെ പാമ്പർ ചെയ്യാനൊക്കത്തില്ല, ഓൾവേസ് നമുക്ക് അവരുടെ ബിഹൈൻഡ് പോകാനൊക്കത്തില്ല. അവരുടെ പ്രോബ്ലംസ് ആണ്. അത് നമ്മളോട് ഷെയർ ചെയ്യാം. എങ്ങനെ ഫേസ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് ഷെയർ ചെയ്യുക. അല്ലാത്ത പക്ഷം കുട്ടികളത് ഫേസ് ചെയ്യാൻ തന്നെ വിട്ടുകൊടുക്കണം. ഇന്നത്തെ സാഹചര്യത്തിൽ ആരും അതിന് തുനിയാറില്ല. എല്ലാവരും കുട്ടികളെ പാമ്പർ ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി അങ്ങോട്ട് പോകുന്നു. കേസ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടും ഇതുപോലെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടും കുട്ടികളിത് ഫേസ് ചെയ്യാൻ വിടുന്നില്ല. നമ്മൾ അവരോട് നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് തന്നെ ഇതിന് റിയാക്ട് ചെയ്യിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. എനിക്കറിയില്ല എത്രത്തോളം അത് ശരിയാണ് എന്നുള്ളത്. ഹെലനൊക്കെ അനുഭവിച്ചത് എന്താണെന്ന് അവർക്കല്ലേ അറിയുള്ളൂ. അപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്നിട്ട് ആ ടീച്ചർ വളരെ മോശമായി ബിഹേവ് ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് പൂർണ്ണമായും തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. സ്ത്രീയെ കൊണ്ട് മാപ്പ് പറയിക്കുക മാത്രമല്ല, അവർക്ക് തൽക്കാലം ഒരു സസ്പെൻഷനെങ്കിലും വാങ്ങിച്ചു കൊടുക്കണം. കാരണം അവരർഹിക്കുന്നില്ല, അങ്ങനെ ഒരു പൊസിഷനിലിരിക്കാൻ അവരർഹിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഈ പ്രൈവറ്റ് സ്കൂളിൻ്റെയൊക്കെ ഒരു പ്രശ്നം ഇതാണ്. ഗവൺമെൻറ് സ്കൂളുകളെക്കാൾ പ്രൈവറ്റ് സ്കൂളുകൾക്ക് ഇങ്ങനെ ഒരു ധാർഷ്ട്യമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിക്കൂ, ഇല്ലെങ്കിൽ കൊണ്ടുപോയിക്കോളൂ, അങ്ങനെ ഒരു ടോൺ അവർക്കുണ്ട്. അപ്പം അതിന് യുണൈറ്റഡ് ആയിട്ട് നിന്നിട്ട് ഈ ഒരു അപമാനത്തിനെതിരെ ശക്തമായി നിൽക്കണം. ഏതായാലും കേട്ടതിൽ വളരെ സങ്കടം തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത്. ഡെപ്തിലേക്ക് രണ്ടാമത്തെ വീഡിയോ ഞാൻ കണ്ടില്ല. ആദ്യത്തെ വീഡിയോയിൽ വളരെ വിഷമം തോന്നി. കുട്ടികൾക്കൊരു റൈറ്റ്സ് ഉണ്ട്, അതിപ്പോൾ കുറച്ചുകൂടെ ആളുകൾ സൂപ്പറായിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, മൊത്ത ടീച്ചേഴ്സിനെ അല്ലെങ്കിൽ പോലും അവരോട് ഒന്നും കൂടെ അവർക്കൊരു ചാൻസ് കൊടുത്തിരിക്കാമായിരുന്നു എന്നൊരു തോന്നൽ. ബാക്കിയൊക്കെ ഹെലൻ്റെ ഇത് കണ്ടപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.